തടി സൈസായി കഴിയുമ്പോൾ ആ തടിയിൽ റെയിൻബോന്റെ കളറായിരിക്കും. നല്ല ഭംഗിയായിരിക്കും ട്രീ കാണാൻ. ദുരിയൻ ജാക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത കറക്റ്റ് നമ്മൾ ദുരിയൻ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഈ ജാക്ക് ഉണ്ടായി വരുമ്പോൾ വരിക. അത് പുതിയൊരു വെറൈറ്റി ആണല്ലോ. പുതിയൊരു വെറൈറ്റി ആണ്. ഗോൾഡ് ഫ്ലഷ് റംബൂട്ടാൻ എന്ന് പറയുന്ന തൈയാണിത്. നമസ്കാരം സുഹൃത്തുക്കളെ, അഖിൽ എക്സോട്ടിക്കയിലേക്ക് സ്വാഗതം. അഖിൽ എക്സോട്ടിക്ക ലൊക്കേഷൻ വരുന്നത് മണ്ണൂത്തി വെള്ളാനിക്കര ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ദുരിയൻ ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാക്കിൻ്റെ തൈയാണ്. നമുക്കിത് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദുരിയൻ ജാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത കറക്റ്റ് നമ്മൾ ദുരിയൻ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഈ ജാക്ക് ഉണ്ടായി വരുമ്പോൾ വരിക. അത് പുതിയൊരു വെറൈറ്റി ആണല്ലോ. പുതിയൊരു വെറൈറ്റി ആണ്. നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ഇട്ടേക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതിന്റെ. ഇത് പുതിയ സ്റ്റോക്ക് വന്നാണുള്ളത്. പുതിയ സ്റ്റോക്ക് വന്നേക്കണം. ഇതിപ്പോ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഓക്കെ ആണോ? എന്താണ് അവസ്ഥ? കാലാവസ്ഥക്കൊക്കെ ഓക്കെയാണ്. നമ്മൾ നോക്കുന്നതിനനുസരിച്ച് അടിപൊളിയായിട്ടുണ്ടാവും. റിസൾട്ട് കിട്ടും. പിന്നെ ഏതാ വന്നിട്ടുള്ളത്? പിന്നെ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ലാൽബാഗ് മധുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. വെറൈറ്റികൾ കുറെ വന്നിട്ടുണ്ട് തോന്നണല്ലോ. അതെ, ഇത് നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അഖിൽ എക്സോട്ടിക്കയുടെ മുതലാളിയോട് ഡയറക്റ്റ് എൻക്വയറി ചെയ്യേണ്ടി വരും. നമ്പർ കാര്യങ്ങൾ നമുക്ക് ഡിസ്പ്ലേയിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ലീഫ് വരുന്നല്ലേ? അതെ. അടുത്തത് പൈനാപ്പിൾ ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. പൈനാപ്പിൾ ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് തന്നെ കേൾക്കുന്നത്. ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതൊക്കെ. ഓക്കെ, പൈനാപ്പിൾ ജാക്ക് അല്ലേ? ലീഫൊക്കെ വളരെ ചെറുതാണ് തോന്നുന്നല്ലേ വരുന്നത്? അതെ അതെ, ഈ ഒരു ഷേപ്പിലേക്ക് വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മളെ ഈ ഒരു പുതിയതായിട്ട് നമ്മളെ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളതാണ്. അതെ അതെ. ഓക്കെ, നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് വരുന്നത് ഈ പ്ലാന്റ് ആണ്. പേരിന്റെ ഒരു വെറൈറ്റി ആണ് തോന്നണല്ലേ? പെറ്റ് ഡാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ജാക്കാണ് ഫ്രൂട്ടാണിത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് റിസൾട്ട് ഇപ്പൊ എത്ര ഒരു 3 വർഷം പ്രതീക്ഷിക്കേണ്ടി വരില്ലേ? കുറഞ്ഞ ഏത് ജാക്കും 3 വർഷത്തിനുള്ളിലാണ് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമ്മളെ കെയറിങ്ങിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതെ, പിന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണ ഒരേ ഒന്നുള്ളൂ, അത് വിയറ്റ്നാമിലാണ്. എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇത് സിംഗപ്പൂർ ജാക്കാണ്. ഇത് അത്ര റയർ അല്ല എങ്കിലും നല്ലൊരു ഇനത്തിൽപ്പെട്ട ഒരു ജാക്കാണ് സിംഗപ്പൂർ. ഇതാണ് ഇപ്പൊ ഇതിന്റെ ലീഫും കാര്യങ്ങളും വരുന്നല്ലേ. ഈ ഒരു സൈസുള്ള തൈകളാണ് നമുക്ക് കൊടുക്കാനുള്ളല്ലേ. ഇപ്പൊ ഇത് പുതിയ വെറൈറ്റി സിംഗപ്പൂർ ജാക്കിന്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. J33 ജാക്കിനെ പറ്റിയാണ് പറയുന്നത്. ഇത് നല്ലതാണ്. റിസൾട്ട് വന്നിട്ടുള്ള നമ്മുടെ കേരളത്തിൽ പലയിടത്തും നല്ല റിസൾട്ട് വന്നിട്ടുള്ള ഒരു ജാക്കാണ് J33. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ജാക്ക് ഫ്രൂട്ടാണ് ഈ J33യുടെ. കംബോഡിയൻ ഓറഞ്ച് ജാക്കാണ്. കംബോഡിയൻ ഓറഞ്ച് ജാക്ക് അല്ലേ? അതെ. ലീഫൊക്കെ ഈ രീതിയിലാണ് വരുന്നത്. നല്ലോണം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ജാക്ക് ഇനാണിത്. ഇതിന്റെ യെല്ലോയിഷ് ആണ് ഫ്ലഷ് വരുന്നത്. അതിന്റെ എങ്ങനെ റേറ്റ് വരുന്നേ? ഇത് 500 ആ റേഞ്ച് വരുമല്ലേ? ഡിപ്പെൻഡ് തൈന്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അങ്ങോട്ട്. വലിയ തൈകൾക്ക് അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. ഇത് ഇന്തോനേഷ്യൻ ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നേരത്തെ ലിമിറ്റഡ് സ്റ്റോക്കിൽ വന്നേക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ. പുതിയ വെറൈറ്റി ആണല്ലേ? പുതിയ വെറൈറ്റി വന്നേക്കണത് ഇന്തോനേഷ്യൻ ജാക്ക് അല്ലേ? ഇന്തോനേഷ്യൻ ജാക്ക്. ലീഫ് ഒരു ഡിഫറെന്റ് തന്നെയാണല്ലേ? നമുക്കിത് ചെറിയ തൈകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് റെഡ് ജാക്കിന്റെ കളക്ഷൻ നോക്കുമ്പോൾ ശങ്കര, സിദ്ധു, റെഡ് രുദ്രാശി, വിയറ്റ്നാം റെഡ് എന്നിങ്ങനെ റെഡ് ജാക്കിൽ പെട്ട നല്ല ഇനങ്ങളാണ് ഇതൊക്കെ. ഇതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തായ്വാൻ സൂപ്പർ റെഡ് ഉണ്ട് കേട്ടോ. തായ്വാൻ സൂപ്പർ റെഡും ശങ്കരയൊക്കെ നല്ല റെഡിഷ് കളർ വരുന്ന റിസൾട്ട് ആണല്ലേ? നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ അത്യാവശ്യം. ജബോട്ടിക്കയുടെ പലതരം വെറൈറ്റി നമ്മുടെ അഖിൽ എക്സോട്ടിക്കയിൽ അവൈലബിൾ ആണ് കേട്ടോ. ജബോട്ടിക്ക ഉണ്ട്. ലീഫ് കണ്ടില്ലേ? ഇത് റയർ ആയിട്ടുള്ളൊരു അതെ, മെർസിയാറ എന്ന് പറഞ്ഞാൽ SP സ്പെഷ്യലാണ്. മെർസിയാറ SP എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കിത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ജബോട്ടിക്ക. വെറൈറ്റി സംഭവമല്ലേ? ഇതിന്റെ റിസൾട്ട് ഒക്കെ എത്ര സമയം കൊണ്ടാ? ഇതിന്റെ റിസൾട്ട് ഒരു 3 ഇയേഴ്സിന്റെ മുകളിൽ വേണ്ടി വരും. നോക്കണതിനനുസരിച്ചൊക്കെ അതിന്റെ റിസൾട്ട് കിട്ടും. ഈ ജബോട്ടിക്കയിൽ തന്നെ ക്യാരറ്റ് ജബോട്ടിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അതെ അതെ. ഇത് മെർസിയാന ഇതൊന്നും അധികം നഴ്സറികളിലോ മറ്റു സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. റയർ ആയിട്ടുള്ള വെറൈറ്റികളാണ്. നമുക്ക് തന്നെ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ക്യാരറ്റ് ജബോട്ടിക്ക എന്ന് പറഞ്ഞാൽ ഒരു റയർ ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഇതാണ് ഇതിന്റെ ലീഫ് വരുന്നല്ലേ? അതെ, ലീഫ്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡ്യൂറേഷൻ വരും നമുക്ക് ഈ ഒരു ഫ്രൂട്ടിലേക്ക് 3 ഇയേഴ്സ് എങ്കിലും വേണം. ഒരു 5 ഫീറ്റിന്റെ മുകളിലേക്കെങ്കിലും തൈ വളർച്ച വന്നാലാണ് നമുക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവുന്നത്. ക്യാരറ്റിന്റെ കളറിലായിരിക്കും ഈ ജബോട്ടിക്ക ഫ്രൂട്ട് ഉണ്ടായിരിക്കുക. അതായത് ഓറഞ്ച് കളറിലാണ് വരിക. അതെ അതെ, നല്ല രസമാണ് ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നതാണ്. സ്വീറ്റ് സ്കിൻ ആൽമണ്ട് എന്ന് പറയുന്ന ഒരു നല്ല ഇനം വെറൈറ്റിയാണ്. നല്ല എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ബദാം വെറൈറ്റി ആണ്. അതെ അതെ. റയർ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എക്സോട്ടിക് ഫ്രൂട്ടിന്റെ പ്ലാന്റ് ആണ്. റിസൾട്ട് ഒക്കെ എത്ര സമയം കൊണ്ടത്? റിസൾട്ട് കുറഞ്ഞ 3 ഇയേഴ്സ് തന്നെയാണ് വരിക. 3 ഇയേഴ്സ് തന്നെ വരിക. അബിയു പുൾസോ ആണ് ഇത് തൈ വരുന്നത്. ഇതിന്റെ അബിയു എല്ലാവരുടെ ആയിട്ടുണ്ട്. എല്ലായിടത്തും യെല്ലോ കളർ, അബിയു ജൈന്റ്, ഇങ്ങനെ പലതരം വെറൈറ്റികളുണ്ട്.
പക്ഷെ കളർ വേരിയേഷൻ പറഞ്ഞ ഒരു വെറൈറ്റിയാണ് അബി പുൾസോ എന്ന് പറയുന്നത്. ഇതിനെന്താ കളർ വരുന്നത്? ഇതിന്റെ ഓറഞ്ച് കളറാണ്. ഓറഞ്ച് ആണല്ലേ? ഇതിന് അബിയുടെ പശ കുറവാന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. ഈ വെറൈറ്റിക്ക് നല്ല മധുരവും ഉണ്ട്. അബി പുൾസോ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഡ്യൂറേഷൻ എത്ര സമയം കൊണ്ട് നമുക്ക് റിസൾട്ട്? സാധാരണ അബ്യൂവിന്റെ പോലെ തന്നെ 2 ഇയേഴ്സിന്റെ ഉള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ജാക്കിൽ ഇപ്പൊ ഏതൊക്കെ വെറൈറ്റീസ് നമ്മളെ കയ്യിൽ റയർ ആയിട്ടുള്ളത്? ജാക്കുകൾ 55 വെറൈറ്റിയോളം ഉണ്ട്. 55 ഉണ്ടല്ലേ? അപ്പൊ ഏതാനും കുറച്ച് ചെടികളുടെ പേര് പറയാം. ഓക്കെ. ഒന്ന് സിദ്ധു, ശങ്കര, പ്രകാശ് ചന്ദ്ര, മെക്സിക്കൻ, വരശ്രീ, ഹിരണ്യ, ബൗണ്ടൽ റെഡ് ഓൾ സീസൺ, ശ്രീ റെഡ് ജാക്ക്, ശ്രീ റെഡ് രുദ്രാക്ഷി ജാക്ക്, സമ്പൂർണ്ണ ജാക്ക്, ബനാറി റെഡ് ജാക്ക്, തൈവാൻ സൂപ്പർ റെഡ്, G11, റിയ സിംഗപ്പൂർ, വട സിംഗപ്പൂർ, തായ്ലൻഡ് കോട്ടൺ വൈറ്റ് ജാക്ക്, നെയ്യാർ ഹണി ജാക്ക്, പാച്ചിപ്പറൈ ജാക്ക്, ഹണി ജാക്ക്, പഞ്ചമുഖി ഹണി ജാക്ക്, സിംഗപ്പൂർ ജയൻറ്റ്, അതിശയ ജാക്ക്. കാരണം ജാക്കിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്ടിസൈഡ് ഒന്നും അടിക്കാതെ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ജാക്ക്. അതായത് നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ പ്രകൃതിദത്തമായിട്ട് തന്നെ ഇതിന് പല ഔഷധ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഡയബറ്റിക്കിന് വളരെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ക്യാൻസറിന് വരെ കൊള്ളാമെന്ന് ഇതിനെപ്പറ്റി പറയുന്നു. പിന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പിന്നെ ആഹാരപ്രദമാക്കിയാണ്. ഇപ്പോൾ അതിൻ്റെ പൊടിയാക്കുന്നുണ്ട്, ചക്കക്കുരു പൊടിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കൾട്ടിവേഷനായിട്ടാണ് ജാക്ക്. വളരെ പ്രോഫിറ്റബിളുമാണ്. പൈനാപ്പിളിൻ്റെ 19 വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് കുറച്ച് വെറൈറ്റീസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അടിപൊളിയായിട്ട് കളക്ഷൻസ് ഉണ്ടല്ലേ? അതെ, ഇത് ബനാന പൈനാപ്പിൾ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇത് അധികം പേർക്കും പരിചയം ഉണ്ടാവില്ല, എങ്കിലും പറഞ്ഞുതരാം. ഇത് കൊല കുത്തിയാണ് ഉണ്ടാവുക പൈനാപ്പിൾ. ബനാന ഉണ്ടാവുന്ന പോലെ തന്നെ സെയിം പോലെ അതുപോലെ തന്നെ പൈനാപ്പിൾ ഉണ്ടാവുന്ന ഒരു തരം തെയ്യാണിത്. ഇത് ലാവ ബ്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഒരു പൈനാപ്പിളിന്റെ ഇതാണിത്. ഇത് നല്ല രീതിയിൽ അലങ്കാരത്തിനും അതേപോലെ അതിന്റെ ഫ്രൂട്ടും നല്ല രസമാണ് കാണാൻ. പൈനാപ്പിൾ ഫ്രൂട്ടും കാണാൻ നല്ല റെഡിഷ് ആണ്. ഇതിപ്പോ വെയില് കറക്റ്റായിട്ട് കിട്ടാത്ത കാരണമാണ് ഇങ്ങനെ പറയുന്നത്. നല്ല വെയിലുള്ള സമയത്ത് നല്ല റെഡ് കളറായിട്ട് വരില്ലേ? ഇത് പൈനാപ്പിളിന്റെ തന്നെ ഒരു വെരിഗേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ്. റെഡ് കളറും കൂടി അതിന്റെ ഇലയിൽ വരുന്നുണ്ട്. റെഡ് കളർ വെരിഗേഷൻ വരുന്ന ഒരു റയർ പൈനാപ്പിളിന്റെ ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഇത് മെക്സിക്കൻ ജയന്റ് എന്ന് പറയുന്ന ഒരു പൈനാപ്പിളിന്റെ ഒരു വെറൈറ്റിയാണ്. ഇത് പൈനാപ്പിളിന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കളക്ഷൻ. നമ്മൾ ഈ ഒരു മാവ് പ്ലാവ് പോലെ തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു വെറൈറ്റിയും കൂടിയാണല്ലോ പൈനാപ്പിൾ. അതെ, വളരെ റയർ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റംസ് ആണ് പൈനാപ്പിളിന്റെ നമ്മുടെ ഉള്ളൂ. ഓക്കെ. അതെ. ഇനി നമുക്ക് റെഡ് പൈനാപ്പിൾ. നമ്മൾ നേരത്തെ ലാവ ബ്രസ്റ്റ് പൈനാപ്പിളിനെ പറ്റി പറഞ്ഞു. അത് നല്ല ഭംഗിയാണ്, അത് അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന അതിന്റെ ഫ്രൂട്ട് നല്ല രസമാണ് ഉണ്ടാക്കുന്നത്. ഇത് റെഡ് പൈനാപ്പിളിന്റെ ഒരു റയർ വെറൈറ്റിയാണ് വരുന്നത്. ഓ, ഹാൻഡ് പുൾ പൈനാപ്പിൾ. നമുക്ക് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കഴിക്കാം. അതെ, പൈനാപ്പിളിനെ പറ്റി പൈനാപ്പിള് ഫ്രൂട്ട് ഇഷ്ടപ്പെടുന്നവർക്ക്, ചെടികൾ വെറൈറ്റി കളക്ട് ചെയ്യുന്നവർക്ക് അത്യാവശ്യം പരിചിതമായുള്ളൊരു തൈയാണ് ഹാൻഡ് പുൾ പൈനാപ്പിൾ എന്ന് പറയുന്നത്. കാരണം അത് എൻ്റെ ഒരു കൗതുകമാണ്. അതിങ്ങനെ നുള്ളി കഴിക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. പൈനാപ്പിൾ ഫ്രൂട്ടിൽ നിന്ന് നമുക്ക് പറിച്ച് കഴിക്കാവുന്ന രീതിയിലാണ് ഫ്രൂട്ട് വരുന്നത്. ഇത് തായ് റെഡ് ത്രോൺ പൈനാപ്പിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നതല്ലേ? അതെ. അതിൻ്റെ പ്രത്യേകത എന്താ? നല്ല റെഡ് കളറായിരിക്കും പൈനാപ്പിൾ ഉണ്ടാകുമ്പോൾ. പിന്നെ അതിൻ്റെ മുള്ളുണ്ട്, എങ്കിലും നല്ല ടേസ്റ്റിയാണ്. ഇത് വാട്ടർമെലൺ പൈനാപ്പിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ റയറോസ്റ്റ് പ്ലാന്റ് അധികം ഇല്ല. നോക്കിക്കോളൂ, റെഡ് ഹവായിൻ പൈനാപ്പിൾ എന്നാണ് ഇതിന്റെ പേര്. പ്രത്യേകത എന്താ വരുന്നത്? ഇതിന്റെ ലീഫ് കണ്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ലീഫാണ് അതിന്റെ. റെഡ് പൈനാപ്പിൾ ആണ്. ഗോൾഡ് ഫ്ലഷ് റംബൂട്ടാൻ എന്ന് പറയുന്ന തെയ്യാണിത്. റംബൂട്ടാനിൽ തന്നെ വളരെ റയർ ആയിട്ടുള്ള തെയ്യാണ് ഈ ഗോൾഡ് ഫ്ലഷ് റംബൂട്ടാൻ എന്ന് പറയുന്നത്. ഇത് പുതിയ വെറൈറ്റിയാ? പുതിയ വെറൈറ്റിയാണ്. ഇതിന്റെ ഗ്രാഫ്റ്റഡ് വെറൈറ്റി നമുക്ക് ഗ്രാഫ്റ്റഡ് കിട്ടാനില്ല. ഗ്രാഫ്റ്റഡും ബഡും കിട്ടാനില്ല. സീഡ് പ്ലാന്റ്സ് നമുക്ക് കിട്ടാനുള്ളൂ. ഇത് കാരണം എനിക്ക് തോന്നുന്നു നല്ല യെല്ലോ കളർ, ഗോൾഡൻ കളറാണ് റംബൂട്ടാന്റെ എല്ലാ വെറൈറ്റീസിലും. ഫ്ലഷ് കളർ വ്യത്യാസമൊന്നുമില്ല, ഒക്കെ വൈറ്റ് തന്നെയാണ്. ഇതാണ് നമുക്ക് ഗോൾഡ് കളർ ഫ്ലഷ് വ്യത്യാസം വരുന്ന ഒരു റംബൂട്ടാന്റെ തൈ എന്ന് പറയുന്നത്. നാനോ പിങ്ക് ബനാന എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇത് അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഇതിൽ ഫ്രൂട്ട് കഴിക്കാൻ ഇടപെടല്ല. ഭംഗിക്ക് വേണ്ടി നമുക്ക് കൊണ്ടുപോയിക്കാം. ഭംഗിക്ക് വേണ്ടി കൊണ്ടുപോയിക്കാം. വേണമെങ്കിൽ ഇതിന്റെ പുതിയ തൈകൾ അതിന്റെ അടിയിൽ നിന്ന് വീണ്ടും മുളപൊട്ടി ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു സജഷനാണ്. നമുക്കിപ്പോ ബനാനയുടെ കളക്ഷൻസിൽ വരണ നല്ലൊരു ലാൻഡ്സ്കേപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണല്ലോ. അതെ, വീടിന്റെ ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കാം കേട്ടോ. ഇതേപോലെ ചട്ടിയിൽ വെച്ച് സൂക്ഷിക്കും ചെയ്യാല്ലേ? ചട്ടിയിൽ വെക്കണമെങ്കിൽ ചട്ടിയിൽ വെക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടം സൗകര്യം പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നുള്ളൂ. ഇത് റെയിൻബോ ട്രീ എന്ന് പറയുന്ന ഒരു ചെടിയാട്ടോ. അത് വളരെ റയറായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നതാണ്. ഇതിന്റെ തടി കുറച്ച് നാൾ തടി സൈസായി കഴിയുമ്പോൾ ആ തടിയിൽ റെയിൻബോന്റെ കളറായിരിക്കും.
നല്ല ഭംഗിയായിരിക്കും ട്രീ കാണാൻ, നല്ല രസത്തില്. അത് ഒരു അത്യാവശ്യം നല്ല തടിമയ്ക്ക് വരുമ്പോ കളറ് മാറുമല്ലോ അതിന്റെ കളർ മാറും. അത്യാവശ്യം വണ്ണം കാരണം നല്ല ഭംഗിയാണ് കാണാൻ. കറക്റ്റ് റെയിൻബോന്റെ തന്നെ കളറിൽ തന്നെ എന്റെ തടി വരും. ജാപ്പനീസ് മോൺഗ്രീൻ ബനാന എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി കേട്ടോ. ബനാനയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പൊ കളക്ഷനിൽ എത്തിയിട്ടുണ്ടല്ലേ? ഇത് നല്ലൊരു വെറൈറ്റി ആണ്, ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. എന്താ ഇതിന്റെ പ്രത്യേകത വരുന്നത്? ഇത് ലീഫ് വേരിയേഷൻ ആണ്, ഇതിന് എഡബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടാവും. വെരിഗേറ്റഡ് ബനാനയാണ് ഇത് മൂസ ഫ്ലോറിഡ എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഫ്രൂട്ടും നല്ല വെരിഗേറ്റഡ് ആയിട്ട് തന്നെ വരിക. അതിന്റെ ടേസ്റ്റിനും ചെറിയ വേരിയേഷൻ ഉണ്ട്. നല്ല ഫ്ലേവറുള്ള ഫ്രൂട്ടാണ് ഇതിന്റെ ബനാന. ഇത് അതേപോലെ തന്നെ അലങ്കാരത്തിന് വെക്കാനും, നാനോ പിങ്ക് ബനാന പോലെ തന്നെ അലങ്കാരത്തിന് വെക്കാനും ഇത് അടിപൊളിയാണ് കേട്ടോ. ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. ഇത് നല്ലപോലെ പ്രിപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇതാണ്. ഇത് ഐസ്ക്രീം കോക്കനട്ട് എന്ന് പറഞ്ഞാൽ വളരെ റയർ ആയിട്ട് നമ്മുടെ കയ്യിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉള്ളൂ. ഐസ്ക്രീം കോക്കനട്ട് ആണ് അതിന്റെ പേര്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഷ് നല്ല സോഫ്റ്റ് ആയിരിക്കും, ഐസ്ക്രീം പോലെ തന്നെ കോരി കഴിക്കാം. നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവർ ഉള്ളൊരു ഫ്രൂട്ടാണ്, ഇല്ല കോക്കനട്ടാണ് ഇതിൻ്റെ ഉണ്ടാവുക. കൊളംബസ് കോക്കനട്ടാണ് ഇത്. ഇത് റയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല വലിയ മുഴുത്ത തേങ്ങ കേട്ടോ. ഇത് നല്ല സൈസാണ് ഇതിൻ്റെ, അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ? അതെ, നല്ല സൈസുള്ള കൊളംബസ് കോക്കനട്ട് ഒരു വെറൈറ്റി പേരും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ തൈകൾ നമുക്ക് അത്യാവശ്യം കൊടുക്കാനുണ്ട്. നമുക്ക് ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന്റെ വെയിറ്റ് അനുസരിച്ച് പെറ്റ് സർവീസ് വഴി ചെടികളായി നമുക്ക് ചെയ്ത് കൊടുക്കാം, കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൊറിയർ ആയിട്ടും ചെടികൾ അയക്കുന്നുണ്ട്. കൊറിയർ ആയിട്ട് വലിയ പ്ലാന്റ്സ് അയക്കാൻ പറ്റില്ല, അത്യാവശ്യം മീഡിയം സൈസിലൊക്കെ നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ബ്ലൂ ജാവ ബനാനയാണ് കേട്ടോ. ബ്ലൂ ജാവ ബനാന അറിയുന്നവർക്ക് അറിയാം, അത്ര ടേസ്റ്റിയാണത്. നല്ല നീല കളറിൽ തന്നെ. പണ്ടെങ്ങാണ്ട് ഞാൻ ഈ അടുത്ത ഒരു വീഡിയോസിൽ ഫേസ്ബുക്കിൽ എങ്ങാണ്ട് ബ്ലൂ ജാവയുടെ ഫ്രൂട്ട് ഉണ്ടായിട്ട് കുലച്ച് വെട്ടിയിട്ട് അത് റിവ്യൂ ചെയ്യണതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കമൻറ്റ് വന്നേക്കണതാണ്, നിങ്ങൾ ഫേക്കാണ്, AI ആണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് ശരിക്കും നീല കളറിൽ തന്നെ ഉണ്ടാവും, നല്ല ടേസ്റ്റിയാണ്, വാനിലയുടെ ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയാം. അപ്പൊ ഇതിന്റെ തൈകൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനാണ്? അതെ, തൈകൾ അവൈലബിൾ ആണ്, ലിമിറ്റഡ് ആയിട്ടുള്ളൂ നമുക്ക് സ്റ്റോക്ക്. ഈ കാണുന്ന ഇത്രയും തൈകള് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളതാണല്ലേ? അതെ, ഇത് നിങ്ങൾ ഒരു തൈ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ, പിന്നെ അതിന്റെ കടക്കിന്ന് ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും. സിമ്പിൾ ആയിട്ട് ഉണ്ടായിക്കോളും, അടിപൊളിയായിട്ടുണ്ടായി. ഞാൻ വീട്ടിൽ വെച്ച് എനിക്ക് അനുഭവം ഉണ്ട്. ഇപ്പോൾ കൊല ഏറെക്കുറെ ആവാറായിട്ടുണ്ട്. ചാമ്പയിൽ തന്നെ ഏറ്റവും റയറും അതേപോലെ തന്നെ മനോഹരമായ ഇലകളുള്ള ഒരു വെറൈറ്റിയാണ് സിസീജിയൻ ജിഹോയ് എന്ന് പറയുന്നത്. ഇതാണല്ലോ ഇപ്പൊ ഇതിന്റെ ഇല? അതെ, ഇതിന് നല്ല നീട്ടത്തിൽ ഇല വരും കേട്ടോ. ഇത് കവറിലായിരിക്കണ കാരണം നല്ല ഗ്ലേസിംഗ് ഉണ്ട് ഇതിന്റെ ഇലക്ക്, കണ്ടോ? ചെറിയൊരു ഗ്ലേസിംഗ് ഉണ്ട്. വലിയ ഇല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വലിയ ഇല തന്നെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ കാണുമ്പോ ശരിക്കും ഒരു ആനയുടെ ചെവി പോലെ അത്രയും നീളമുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ തൈകൾ ഇത് റയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളതില് ചാമ്പ വെറൈറ്റിയിൽ ഏറ്റവും റയർ ആയിട്ടുള്ളത് സിസീജിയൻ ജിഹോയാണ്. ഇതിന്റെയൊക്കെ ഫ്രൂട്ടിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവം? എത്ര സമയം കൊണ്ട് നമുക്ക് ഡ്യൂറേഷനിൽ കിട്ടും? ഇതൊരു 3 വർഷത്തിനുള്ളിൽ നമുക്ക് ഡ്യൂറേഷൻ കിട്ടും. ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഫ്രൂട്ടിനെക്കാട്ടും ഉപരി ഇതൊരു അലങ്കാരവും റയർ ആയിട്ടുള്ള പ്ലാന്റ് എന്ന രീതിയിലുള്ള കളക്ട് ചെയ്യാറുള്ള അല്ലേ? മാമി സപ്പോട്ട എല്ലാവർക്കും അറിയാം. 3 കിലോ വരുന്ന സപ്പോട്ടയാണ് മാമി സപ്പോട്ട എന്ന് പറയുന്നത്. ഇതിന്റെ പല ഇനം നമ്മുടെ കയ്യിലുണ്ട്. ഇതിപ്പോ ലെയർ ചെയ്ത തൈയായ കാരണം ഇത്ര ചെറുതിൽ തന്നെ പൂവ് വന്നിട്ടുണ്ട്. ഫ്രൂട്ട് വരില്ല, പക്ഷെ തൈ അത്യാവശ്യം വലുപ്പം കഴിയുമ്പോൾ നമുക്ക് 100% ഗ്യാരണ്ടി തരാൻ ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവുന്നു. കാരണം ലെയർ തൈയാണ്. കണ്ടോ, മാമി സപ്പോട്ട പൂവിട്ട് നിൽക്കണ കണ്ടോ ഇതിൽ, ചെറിയ തൈയിൽ തന്നെ. ഇതിപ്പോൾ നമ്മൾ പൂ നോക്കിയിട്ട് കാര്യമില്ല, ഇപ്പം ഉണ്ടായി വരില്ല. പക്ഷേ അത്യാവശ്യം സൈസായി വരുമ്പോൾ നമുക്ക് 100% ഗ്യാരണ്ടി പറയാം, ഫ്രൂട്ട് നല്ലോണം കിട്ടും, നല്ല റിസൾട്ട് കിട്ടും. മാമി സപ്പോട്ടയുടെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് ലോറിറ്റോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് മാമി സപ്പോട്ടയുടെ. ലോറിറ്റോ വെറൈറ്റി. സന്തൂർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത്. അത് ലോറിറ്റോ വെറൈറ്റി, ഇത് സന്തൂർ, അങ്ങനെ പല വെറൈറ്റികളുണ്ട് മാമി സപ്പോട്ടയുടെ നമ്മുടെ കയ്യിൽ. നമ്മളെ റംബൂട്ടാൻ തൈകൾ ഇരിക്കുന്നുണ്ട്. ഇത് ഏതാ വെറൈറ്റി? റംബൂട്ടാന്റെ N18 വെറൈറ്റി ആണ് കേട്ടോ തൈകൾ കാണുന്നത്. നമുക്കൊന്ന് തൈ ഒന്ന് പൊക്കി പിടിച്ചാലോ? അടിപൊളിയാണല്ലോ. അതെ, ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് ആണ് കേട്ടോ. ഗ്രാഫ്റ്റ് ഒക്കെ പിടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ? അടിപൊളിയാണ്. തൈയിൽ വെച്ച് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യണതാണ്, മദർ പ്ലാന്റ് വെച്ച് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈകളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതിപ്പോ ഒരു ഓഫർ പ്രൈസ് എന്ന രീതിയിൽ നമുക്ക് മാക്സിമം ഒരു 180 കൊടുക്കാം. 180 കൊടുക്കാം. അതായത് നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് തൈകൾ N18 ഈ ഒരു സൈസിൽ കാണുന്ന തൈകൾ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ലാസ്റ്റ് പ്രൈസ് 180.